വാണിയംകുളം കന്നിയന്ത 23/1/2025 വ്യാഴാഴ്ചയുള്ള കന്നിയന്തയാണ്. അത്യാവശ്യം നല്ല കന്നുകളുള്ള ദിവസമാണ്. നല്ല ഇറച്ചിക്കന്നുകൾ, നല്ല കൂറ്റൻ കാളകൾ എല്ലാതും ഉണ്ടെന്ന്. നല്ല പോത്ത്, ഇപ്പോൾ വലിയ പോത്തുകളൊന്നും കുറവാണ്. അതുപോലെ നല്ല എരുമുണ്ട്. ഇന്ന് ചന്തയിൽ വന്നതിൽ ഏറ്റവും നല്ല പവറിലുള്ള കാളയാണത്. അതൊക്കെ മണിക്കാളകൾ, കാങ്കയം കാളകളാണ്. ആന്ധ്രക്കാളകൾ, ഓങ്കോള്, അതുപോലത്തെ ഒറീസ വടക്കൻ കാളകളൊക്കെ ഉണ്ട് വലുത്. പക്ഷേ നല്ല പവറിൽ നിൽക്കുന്ന കാളകളാണ് ഇവർ. വാണിയംകുളം ചന്തയിലെ മുൻനിരയിൽ താരരാജാക്കന്മാരാണ് അവർ. ദൈവലൊക്കെ ഈ നിൽക്കുന്ന കാങ്കയം കാളകളൊക്കെ. ഇതൊക്കെ ഒറീസ മറ്റേ അങ്ങനത്തെ കാളകളാണ്, പുറത്തുനിന്ന് വരുന്ന കാളകളാണ്. ഒറീസ, ബീഹാർ, ആ സൈഡിൽ നിന്നൊക്കെ വരുന്ന കാളകളാണ്. ഇതൊക്കെ ഇറച്ചി ആവശ്യത്തിന് മാത്രമേ പോകുള്ളൂ. മറ്റേത് പറഞ്ഞാൽ ഉദയത്ത് പോലത്തെ, അക്കീക്കത്ത് പോലത്തെ ആവശ്യത്തിനൊക്കെ പോകണം. നല്ല പവറിലുള്ള കാളകളാണ് ഈ നിൽക്കുന്നത്. നല്ല മണിക്കാളകൾ ഉടക്കാത്ത നല്ല ഭംഗിയുള്ളൊരു കാള. എന്താ പവർ അവൾക്ക്, നല്ല ദമ്മിൽ നിൽക്കാൻ. അതൊക്കെയാണ് പ്രശ്നം നമുക്ക്. ഈ 2 മണിക്കാളകളെ 1.65 തോന്നണ മേടിച്ചത്. കച്ചവടം കഴിഞ്ഞിരുന്നു. ഇതൊക്കെ സഹിർവാള, ഗിർ പോലത്തെ വലിയ കന്നുകളാണ്. ഇതൊക്കെ ഓങ്കോള്, വടക്കൻ ഒറീസ അങ്ങനത്തെ കന്നുകളാണ്. വലിയ കന്നുകൾ 2 കിൻഡൽ, 3 കിൻഡൽ, 4 കിൻഡലൊക്കെ വരുന്ന കന്നുകള സൈഡാണ്. ഇതൊക്കെ കാര്യമായിട്ട് ഇറച്ചി ആവശ്യത്തിനായിട്ട് പോണതാണ്. കന്നുകളെ കൊണ്ടുവന്നതും കൊണ്ടുപോകാനൊക്കെ ഉള്ള വലിയ ബടാ വണ്ടികൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലുണ്ട്. പുറത്ത് അതിനേക്കാളും എത്ര ഇരട്ടി കണക്കിന് വണ്ടികൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. വലിയ വലിയ കന്നുകളാണ്. 2 കിൻഡൽ, 3 കിൻഡൽ, 4 കിൻഡലിനൊക്കെ വരുന്ന കന്നുകൾ. ഇതൊക്കെ ഇങ്ങനെ കച്ചവടക്കാർ വന്നിട്ട് 5 എണ്ണം, 10 എണ്ണം, 20 എണ്ണമൊക്കെ ഒരുമിച്ചാണ് വില പറയുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ വില പറഞ്ഞ് കൊണ്ടുപോകുന്നത്.
ഒരെണ്ണമൊക്കെ എടുക്കുന്നത് കുറവാണ്. ചെറിയ ആവശ്യത്തിനൊക്കെ ഓരോന്നെടുത്ത് ഇങ്ങനെ പോകുന്നു. കൂടുതലും 5, 10, 15, 20 മാല കോമ്പലാക്കി അങ്ങനെ മേടിക്കണം. ഇതൊന്ന് മാത്രം മേടിച്ച ഒരാൾ അതിനെ കാണുമ്പം മറാക്കാൻ ഓർമ്മ വരും. മലങ്കന്നാളോ ഇതിനോ ഇതൊക്കെ കച്ചവടം കഴിഞ്ഞ് കൊടുന്ന് കെട്ടിയ കന്നാളാണ്. ഇങ്ങനെ കെട്ടിക്കാണ് കച്ചവടം കഴിഞ്ഞിട്ട് ഒരു എരുമ കച്ചവടമായി പോകണം. എരുമ അന്നുണ്ട്. അതേപോലത്തെ വേറെ ഇത് മലങ്കന്നാളാണ്. മലയിൽ നിന്ന് പിടിച്ചു കൊന്നണ കന്നാൾ. മലയിൽ കൂടി മേഞ്ഞ് നടക്കുന്ന കന്നാളെ പിടിച്ചുവിടുന്ന തമിഴ്നാട്, കർണാടക, ആന്ധ്ര സൈഡൊക്കെ പോത്തുകൾ. ഇത് പോത്തുകളെ സൈഡാണ്. ഇത് പോത്തുകൾക്ക് കന്നാൾക്കൊക്കെ വെള്ളം കുടിക്കാനും പോത്തുകളെ ഇടക്കിടക്ക് വെയിൽ ചൂടാകുമ്പോൾ ഒന്ന് കൊടുന്ന് വെള്ളത്തിലൊന്ന് കഴുകി വിടണതാണ്. ഒരു മേത്ത് കൂടെയൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് വിടും. അപ്പോൾ ഒന്ന് ഉഷാറ് വരും. പോത്തുംകുട്ടികളാണിത്. പോത്തുംകുട്ടികൾക്ക് കുറേ റെസ്റ്റ് എടുക്കൽ തുടങ്ങി. തമിഴ്നാട്, ആന്ധ്ര പോത്തുംകുട്ടികൾ. ഒരു ഓങ്കോളിൻ്റെ കാളേതാണ്, വലിയ കാള. അവന് അതിൻ്റെ സ്മെല്ലുകൊണ്ട് കുടിക്കാനാണ് തോന്നണമില്ല, എന്നാൽ ദാഹിക്കണമുണ്ട് അവനക്ക്. ഇതാ പോത്തുകൾ, മീഡിയം പോത്തുകളാണ്. ആന്ധ്ര കുട്ടികളാണ്. ആന്ധ്ര, തമിഴ്നാടൻ കുട്ടികളൊക്കെയാണ്. ആര് പോത്ത് ഇങ്ങനത്തെ എടുക്കുമ്പോൾ ശരിക്കും കുറച്ച് വലിപ്പമുള്ള എടുക്കണം. ഒരു 25, 30 രൂപ റേഞ്ചൊക്കെ ഉള്ളത്. എന്നാൽ പിന്നെ ഒരു 3-4 മാസം 5 മാസം നോക്കിയാൽ തന്നെ കൊടുക്കാൻ സഹായിച്ചും പെട്ടെന്ന്. നല്ല ഓങ്കോളിൻ്റെ 2 മീഡിയം കുട്ടികളാണ്. ഓങ്കോളിൻ്റെ ഒരു 6 മാസം നോക്കിയാൽ തന്നെ നല്ല വലിപ്പത്തേക്ക് കൊണ്ടുവരാം. വലിയ കന്നാളാണ്, ബഡാ കന്നാൾ. സ്വർണ്ണക്കൊമ്പൊക്കെ ഉണ്ടല്ലോ. എരുമയാണ്, എരുമച്ചികൾ ഒക്കെ ഇറച്ചി ആവശ്യത്തിനായിട്ട് പോണതാണ്. ഒക്കെ പൈൻ്റ് കൊണ്ട് നടക്കുകയാണ്, കച്ചവടമാക്കുക. അങ്ങനെ പൈൻ്റ് കൊണ്ട് ഓരോ പേരും നമ്പറൊക്കെ അങ്ങനെ മാർക്ക് ചെയ്ത് കന്നാളമേത്ത് എഴുതാൻ. ഉടച്ചിട്ടില്ല ഇതിന്. ഈ മൂരിയുണ്ടോ? ഉടച്ചിട്ടില്ല. ഇതാ 2 വലിയ കന്നാൾ അങ്ങനെ ജോഡിയാക്കി കച്ചവടമായി. വിലയിൽ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നിൽക്കുകയാണ്. എന്നാലും കച്ചവടമാക്കി കൊണ്ടുപോകേണ്ടത്. അത് 2 എണ്ണം. ഇവരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആരെ കൈകളിലേക്ക് എത്തുക. ആളെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നല്ലൊരു വടക്കം കാണുന്നതാണ്.
അല്ല അവനിക്ക് ഓടിയിട്ടില്ല നമ്മൾ പറയണത് ഊറ്റം വേണമെന്ന് പറഞ്ഞു ഇല്ല നിങ്ങളാക്കിയ ഊറ്റം വേണമെന്ന് വാടക പശുക്കള ഏരിയാണ്, പൈക്കള ഏരിയ, ഇറച്ചി പൈക്കൾ, കാര്യമായിട്ട് ഇതിൽ ഇറച്ചി പൈക്കളാണ്. കന്നാള കച്ചവടമായി മേടിച്ച് കെട്ടിയ കന്നാള. വേറെ വണ്ടി വാടകയ്ക്ക് എടുത്ത് വെക്കും. പശുക്കൾ ഒരു ബൈക്ക് പശു മേടിച്ചു കൊണ്ടുപോകണം. നല്ല മണിക്കാളുകളതാണ് ഉടക്കാത്ത കീക്കത്തോളയത്തിനൊക്കെ കൊണ്ടുപോയി നിർത്താം. നല്ല ചൊറുക്കുള്ള കന്നാളാണ്. ആ കറുത്തിട്ടൊന്ന് നിൽക്കണം ഒറ്റ കളറിൽ. ഒരു ചീമക്കന്നത് ചീമ നല്ല ഇറച്ചിയുള്ള സാധനം. അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത ആഴ്ച അടുത്ത ചന്തയിൽ വെച്ച് കാണാം.